കോഴിക്കോട് നിന്നൊരു വാർത്തയിലേക്കാണ് ഇനി. കോഴിക്കോട് മോഷ്ടിക്കാനെത്തിയ വീട്ടിൽ ഫ്രിഡ്ജിലെ ചോറും മീൻകറിയും അച്ചാറും കഴിച്ച് മോഷ്ടാക്കൾ. പാലെടുത്ത് ചായ ഉണ്ടാക്കി കുടിച്ചാണ് ഇവരുടെ മടക്കം. താമരശ്ശേരി ചർച്ച് റോഡിലെ മുണ്ടപ്ലാക്കൻ വർഗീസിന്റെ വീട്ടിലാണ് ഈ മോഷണ ശ്രമം ഉണ്ടായത്. ഈ വീട്ടിൽ എന്തെല്ലാം സാധനമുണ്ട് അത് മുഴുവനുണ്ട്, വലിച്ചു വാരി നിരത്തിട്ടേക്കുന്നു. അതൊക്കെ പോട്ടെ, ഞങ്ങളുടെ അടുക്കളയിലേക്ക് കയറാൻ മേല. അത് ഞങ്ങൾ വരുമ്പോൾ രാത്രിയിൽ ചോറ് വെക്കാൻ വൈകിയാലോന്ന് വിചാരിച്ചിട്ട് ചോറൊക്കെ വെച്ച് റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് പോയതാണ്. അത് പഞ്ചസാര കോരുന്ന സ്പൂൺ ഇട്ടിട്ടാണ് ആ ചോറ് വിളമ്പിയിട്ട്, അതും മീൻകറി. എന്നാൽ അതൊന്ന് മൂടിയെങ്കിലും വെക്കാനുള്ളൊരു സന്മനസ് അവർ കാണിച്ചില്ല. തിന്നേച്ച് ബാക്കിയുള്ളതൊക്കെ വലിച്ചു വാരിയിട്ട്. ആദ്യമൊക്കെ ഞാൻ കേട്ടിരുന്നത് പൈസ മോഷ്ടിക്കുക, ജ്വല്ലറി അല്ലെങ്കിൽ പണം മോഷ്ടിക്കുക, അല്ലെങ്കിൽ സ്വർണം മോഷ്ടിക്കുക, ഇതൊക്കെയായിരുന്നു. ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഫുഡ് മോഷ്ടിക്കുക, ഫുഡ് കഴിച്ച് മോഷണം നടത്തി പോവുക, അങ്ങനത്തെ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. എന്ത് ചെയ്യാനല്ലേ ഓരോ ലോകങ്ങൾ. എന്തായാലും ആ ചങ്ങായിക്ക് തക്കതായ ശിക്ഷയും കാര്യങ്ങളും കിട്ടട്ടെ. എന്തായാലും പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ശിക്ഷ കിട്ടട്ടെ. എന്തായാലും അല്ലാതെ ഇപ്പം എന്ത് പറയാനാ. വർഗീസിന്റെ വീട്. ഈ വീട്ടിലെത്തിയ മോഷ്ടാക്കൾ വീട് മൊത്തം അരിച്ചു പെറുക്കിയിട്ടുണ്ട്. പക്ഷെ അവർ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും അവർക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അടുക്കളയിൽ കയറി ഫ്രിഡ്ജിലുണ്ടായിരുന്ന ചോറും മീൻകറിയും അച്ചാറൊക്കെ കൂട്ടി ചോറ് കഴിച്ചത്. അതിനുശേഷം ഇതൊന്നുമല്ല, പുറത്ത്